Doctor, we want to save him immediately. ബട്ട് തനിക്ക് തന്നെ അറിയാലോ, റിസ്ക് ആണ്. ഹാർട്ട് ബീറ്റ് നല്ല ലോ ആയിട്ടുണ്ട്. ഇനിമേ നമുക്ക് നോക്കാം, ട്രൈ ചെയ്യാം. അറ്റ് ലാസ്റ്റ് രക്ഷിച്ചു. ഞാൻ ശരിക്കും പേടിച്ചു. ഇയാൾ മരിക്കുന്നെന്നെ വിചാരിച്ചെന്ന്. ഹാർട്ട് ബീറ്റ് അത്രയും ലോ ആയിരുന്നു. ആസ് എ ഡോക്ടർ ഐ ആം ഹാപ്പി. ഇയാൾ ആരാണെന്ന് വല്ലതും അറിഞ്ഞോ? വല്ല ഡീറ്റെയിൽസും ഉണ്ടോ? നോ മാം, ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാനെന്താ ഇവിടെ? എനിക്കെന്താ പറ്റി? ഞാൻ ആരാ? എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ലല്ലോ. ഡോക്ടർ, എനിക്ക് എന്താ പറ്റി? താൻ പാനിക്കൊന്നും ആവണ്ട, കൂളായിരിക്കെ. ഞാൻ പറഞ്ഞുതരാം. താനിപ്പോൾ ഒന്ന് കൂളാവോ? എന്താ എനിക്ക് പറ്റി? ഒന്ന് പറഞ്ഞു തരൂ. തനിക്കൊരു ആക്സിഡൻ്റ് ആയതാണ്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. താൻ മയക്കത്തിൽ നിന്ന് എഴുന്നേറ്റല്ലോ. ഓർമ്മ പോയിന്നല്ലേ? അത് കുറച്ച് ദിവസത്തിനുള്ളിൽ വന്നോളും. താൻ പേടിക്കുകയൊന്നും വേണ്ട. ഇപ്പം റെസ്റ്റ് എടുക്ക്. സിസ്റ്റർ ആ സെഡേഷൻ കൊടുക്കും, കുറച്ച് നേരം ഒന്ന് മയങ്ങാനുള്ളത്. ഇയാളെ കാണുമ്പോൾ എനിക്കെന്താ ഇങ്ങനെ ഒരു ഫീല് തോന്നുന്നേ? പ്രത്യേകം ഒരു സേഫ് സോൺ. ഇയാൾ എവിടെ കണ്ട പോലെയൊക്കെ തോന്നുവാണല്ലോ. എന്താണോ എന്തോ. ആഹാ, താനിപ്പോൾ ഓക്കെ ആയല്ലോ. ഞാൻ ഓക്കെ ആയി. അങ്ങനെ പെർഫെക്റ്റ്ലി ഓക്കെ ഒന്നും ആയിട്ടില്ല. കുറച്ച് നാളും കൂടി റെസ്റ്റ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്യാം കേട്ടോ. അങ്ങനെ കുറേ ദിവസം കടന്നുപോയി. അവരറിയാതെ തന്നെ അവർ തമ്മിൽ നല്ല കൂട്ടായി മാറി. ഹലോ മിസ്റ്റർ, എന്താണ്? വന്ന കാന്താരി ഡോക്ടർ. വരാതിരിക്കാൻ പറ്റില്ലല്ലോ, ഒരു ഡോക്ടറായി പോയില്ലേ. അത് കറക്റ്റാ. പിന്നെ ഈ ഹോസ്പിറ്റലിൽ വരുന്നത് നിങ്ങളെ കാണാനൊന്നുമല്ല. എനിക്കൊരാളെ ഇവിടെ ഇഷ്ടം. യു മീൻ ക്രഷ്? ആരോടാ ക്രഷ് ഉള്ളത്? അത് പിന്നെ ഇവിടുത്തെ ഒരു ചുള്ളൻ ഡോക്ടറായിട്ടാണ്. എങ്ങനെയെങ്കിലും വളയ്ക്കണം എന്നുണ്ട്. എന്തായാലും ഞാൻ ഒരു ദിവസം വളയ്ക്കും അയാളെ. അല്ല, വളയ്ക്കാൻ വല്ല പ്ലാൻ ഉണ്ടാ? അതൊക്കെ നമുക്ക് ആലോചിക്കാം. എന്ത് ചെയ്യാം? പിക്കപ്പ് ലൈൻ വല്ലതും പറഞ്ഞാലോ? നോക്കാം. നീ പറ ഇപ്പൊ എന്താ പിക്കപ്പ് ലൈൻ എന്ന്, ഞാൻ കേക്കട്ടെ. എന്നിട്ട് നല്ലതാണെങ്കിൽ നീ പോയി പറഞ്ഞാ മതി. ഞാൻ കട്ട സപ്പോർട്ടിന് നിന്നോളാം. കെട്ട സപ്പോർട്ടിന് നിൽക്കുന്നില്ലേ? എന്നാ ഞാൻ പിക്കപ്പ് ലൈൻ പറയാം. പട്ടിക്കുണ്ട് തീട്ടം, ആട്ടിനുണ്ട് കാട്ടം, എനിക്കുണ്ട് നിന്നോട് ഇഷ്ടം. ഇത് നീ പറഞ്ഞ എന്തായാലും അയാള് പറയും, എനിക്ക് ഉറപ്പുണ്ട്. അത്രയ്ക്ക് അടിപൊളിയായിട്ടുണ്ട്. എടി മണ്ട്, ഇതൊക്കെയാ പറയുന്നേ. ഒരു നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പിക്കപ്പ് ലൈൻ വരാം. എൻ്റെ പിക്കപ്പ് ലൈൻ ഒന്നും സ്റ്റാൻഡേർഡ് ഉള്ളതല്ലേ? ഇതൊക്കെ അത്യാവശ്യം നല്ലതാണ്. ഇങ്ങനെ ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയാളൊക്കെ വളയും. അതെ, അയാള് വളയും. നിന്റെ ഈ അളിഞ്ഞ പിക്കപ്പ് ലൈന് കിട്ടിയിട്ട് അയാൾ ചിരിച്ച് വളയും. നീ പോടാ, നീ ഇന്ന് എൻ്റെ അടുത്ത് മിണ്ടണം, ദുഷ്ടൻ. അയ്യോ, കാന്താരി പിണങ്ങിയോ? പിണങ്ങി. സോറി മേഡം, ഞാൻ ഇനി ആവർത്തിക്കില്ല. റിപ്പീറ്റ് ചെയ്യാതിരുന്നാൽ തനിക്ക് കൊള്ളാം. തൻ്റെ ജീവനം അതാ നല്ലത്. ശരി, താൻ പറഞ്ഞില്ലേ എൻ്റെ ഐഡിയ ഒന്നും പോരാന്ന്. താൻ വല്ല ഐഡിയ പറഞ്ഞാ? ഐഡിയ ഇപ്പോ നീ എന്നും വൃത്തിയുടെ വേഷത്തിലല്ലേ വരുന്നത്. നീ നാളെ കുളിച്ച് ഭയങ്കര നല്ല ഭംഗിയോടെ വാ. അപ്പൊ എന്തായാലും അയാൾക്ക് നിന്നെ കണ്ടു പറഞ്ഞ് ക്രഷ് അടിക്കും, ഉറപ്പാണ്. കുറച്ച് കാറ്റൊക്കെ ഇതാക്കിയിട്ട് മുടിയൊക്കെ ഇങ്ങനെ ഭയങ്കര ഷൈനോടെ ഇതാക്കിയിട്ട് അയാളുടെ ഹോട്ട് ബീറ്റ് എന്തായാലും ടക്ക് അടിക്കും. അപ്പൊ അയാൾ ചെറുതായി ഒന്ന് പുഞ്ചിരിക്കും. അപ്പൊ നീ ഉറപ്പിച്ച നിന്നോട് അയാൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന്. നീ പറയണ കേട്ടതൊന്നും ഞാനൊന്നും കുളിക്കാതെ നിൽക്കാതെ വരുന്നത്. ഞാനൊക്കെ ഒരു മാസത്തിൽ കുളിക്കാറൊക്കെ ഉണ്ട്, ഒരു ദിവസമൊക്കെ. നിന്നോട് ഞാൻ തർക്കിക്കാനേ ഇല്ല. നിന്നോട് ഞാൻ പറഞ്ഞല്ലോ, നാളെ അങ്ങനെ ചെയ്താൽ ഇതാവും. നീ വേണമെങ്കിൽ വേണ്ടെങ്കിൽ ചെയ്യണ്ട. അങ്ങനെ പിണങ്ങല്ലേ. ഞാൻ നാളെ ചെയ്തോളാം. ഞാൻ നാളെ ഭയങ്കര ലുക്കിലൊക്കെ വന്നോളാം. എന്തായാലും അയാളുടെ ഹാർട്ട് ബീറ്റ് ലാപ്ടോപ്പ് അടിക്കും. ഈശ്വര, നാളെ എന്ത് ഗതിയാവോ എന്തോ. എന്തായാലും നാളെ കാണും. ഇതെന്താ സാധനം? കുറച്ചും കൂടി മേക്കപ്പ് ചെയ്യാം, അപ്പോഴല്ലേ അയാൾ വീഴുള്ളൂ. തേടിയ വള്ളി കാലിൽ ചുറ്റിയല്ലോ. ഡോക്ടർ എന്തായാലും ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. എൻ്റെ മുഖം നല്ല ഭംഗിയുണ്ട്. എന്തായാലും പോയി നോക്കാം. നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ കാണാൻ. അയാൾ ചിരിച്ച് അപ്പൊ എന്നോട് ക്രഷ് അടിച്ചു എന്നർത്ഥം. ഇനി വേഗം പോയിട്ട് അവനോട് പോയി പറയാം.
എടാ വന്നു ഞാൻ, നിന്റെ ഐഡിയ എന്തായാലും പൊളി. അയാൾ ചിരിച്ചടാ. എനിക്ക് തോന്നുന്നു അയാള് വളഞ്ഞൂന്ന്. ഇതെന്ത് കോലമാടേ, ഞാൻ നിന്റെ അടുത്ത് ഇങ്ങനെയല്ല ചെയ്യാൻ പറഞ്ഞു. അത്യാവശ്യം ഒന്ന് മേക്കപ്പ് ഇടാനാ പറഞ്ഞു. നീ എന്താ ചെയ്തു വെച്ചിരിക്കണേ? അയാള് മാത്രമല്ല, ആര് കണ്ടാലും ചിരിക്കും നിന്റെ വേഷം കണ്ട. അയാളുടെ ഹൃദയം ലാപ്ടോപ്പ് നല്ല അടിച്ചിട്ടുണ്ടാവും. എനിക്ക് വയ്യ. അത്രയ്ക്ക് അലമ്പായോ? അലമ്പായോന്നോ? കോമഡി ആയിട്ടുണ്ട് നിന്റെ ഫേസ് കണ്ട. അതൊക്കെ ഒന്നും തുടച്ചിട്ട് നീ സാധാരണ പോലെ ഇരിക്കും, അതാ നല്ലത്. ശരി, ഇനിയിപ്പോ വേറെ എന്തെങ്കിലും വഴി കണ്ടെത്താം അയാളെ വിളയ്ക്കാൻ. നീ ഉണ്ടല്ലോ, നീ എല്ലാം പറഞ്ഞു തരുമല്ലോ. അയ്യടാ, ഞാനൊന്നും പറഞ്ഞു തരില്ല ഇനി. ഓ, അപ്പൊ അത്രേ ഉള്ളൂ അല്ലേ? മനസ്സിലായി. നിനക്ക് എന്നോട് ഒരിത്തിരി സ്നേഹം പോലും ഇല്ലാന്ന് മനസ്സിലായി. മതി, നീ ഇനി പറഞ്ഞിരണ്ട. കഴിഞ്ഞു, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇതോടെ കഴിഞ്ഞു. ഞാൻ പോവാണ്. നീ എന്താ ഇങ്ങനെ എന്ത് പറഞ്ഞാലും ഇങ്ങനെ പെട്ടെന്ന് പിണങ്ങുമല്ലോ. ഞാൻ വേറെ വല്ല ഐഡിയ ആലോചിച്ച് നോക്കട്ടെ. ഇത്തിരി വെയിറ്റ് ചെയ്യും. ആ, അങ്ങനെ വഴിക്ക് വാ. ഐഡിയ ആലോചിക്ക്, വേഗം വേഗം വേഗം. ആ നിക്ക്. ആ ഒരു ഐഡിയ ഉണ്ട്. നീ നാളെ മുടിയൊക്കെ ഭയങ്കര വിരിച്ചിട്ട് ഷാമ്പു ഒക്കെ ചെയ്തിട്ട് ഷൈൻ ആയിട്ട് വാട്ടാ. ഇന്നത്തെ പോലെ അലമ്പ് കാണിക്കണ്ട. അപ്പം ഞാൻ ഒരു ഫാൻ എവിടെന്നെങ്കിലും ഒപ്പിക്കാം. നീ തന്നെ ഒപ്പിച്ചാൽ തന്നാൽ മതി. എന്നിട്ട് നീ ഡോക്ടർ വരുന്ന സമയത്ത് നീ ഇങ്ങനെ മുടി ഇങ്ങനെ ഇതാക്ക്. അപ്പോൾ ഞാൻ ഫാൻ നിന്റെ മുടിയിലോട്ട് തക്കുമ്പോൾ മുടി ഇങ്ങനെ പറക്കും. അപ്പോൾ അയാള് മേ ബി വീഴുമായിരിക്കും. അത് നല്ല ഐഡിയ ആണല്ലേ. നിനക്ക് എവിടെ നിന്നടാ ഇങ്ങനത്തെ ഐഡിയ ഒക്കെ കിട്ടുന്നത്? ശുഭയ്യ, നീ ഉണ്ടെങ്കിൽ എന്തായാലും സെറ്റാവും അയാളുമായിട്ട്. അപ്പൊ നാളെ നമുക്ക് സെറ്റാക്കാം. റെഡി അല്ലേ? ഞാനപ്പോൾ ഫാൻ അവിടെ വെക്കാം. നീ നടന്നു പോട്ടാ. അപ്പോൾ സെറ്റാക്കാം. എല്ലാം പൊക്കും. ശരി ശരി, വേഗം പോ. അതാ ഡോക്ടർ വരണം. ആ, എല്ലാം റെഡി. എടാ ചെറിയൊരു ടെൻഷൻ, അലമ്പാവോ? എന്റെ പൊന്നു മോളല്ലേ, അയാൾ പോകുമ്പോഴേക്കും ഒന്ന് പോടി. ആ, അതാ പോണു. അയ്യോ, എല്ലാം പോയി, എല്ലാം തുളച്ചവൻ. അവന് ഞാൻ ഇനി എന്ത് ചെയ്യോ ഏട്ടാ? എസ്കേപ്പ് ആവണതാ ബുദ്ധി. ഇതിപ്പോ ഇങ്ങനെയാവുന്ന ഞാൻ വിചാരിച്ചില്ലേ ടീച്ചറാ. അവളെ ഇനി എന്തായാലും കൊല്ലും. ഓടാം. അതോ ഡോക്ടറിന്റെ മുടിയൊക്കെ തായല്ലോ. നല്ല കോമഡി ആയിട്ടുണ്ടല്ലോ ഈയിടെ ആയിട്ട് ഡോക്ടറിന്. നിക്കടാ അവിടെ, നിന്നെ ഞാനന്ന് തല്ലി കൊല്ലും ഏട്ടാ. തല്ലില്ലേടി. ആ മേടിക്കണോ. സോറി എടി, ഞാൻ അറിയാതെ ചെയ്തതാണ്. ഇനി നമുക്ക് വേറെ വല്ല ഐഡിയ നോക്കാം. എന്തായാലും ഐഡിയ ഒക്കെ പൊക്കോട്ടാവും. സോറി. ശരി, പോട്ടെ. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ പുറകെ ഒന്നും നടക്കണില്ല. മതി, ഇതോടെ നിർത്താം. എനിക്കിനി വയ്യ നാണങ്കട. എടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നിൻ്റെ ഒപ്പം ഇരിക്കുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു സേഫ് സോണാണ്. അതെനിക്ക് കുറേ നാളായി പറയണമെന്ന് തോന്നിയിട്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്, പക്ഷേ അത് ഒരു ദിവസം കിട്ടുമ്പോൾ ഞാൻ പറയാം. കാരണം അത്രയ്ക്ക് എനിക്ക് നീ ആരോടെന്ന് തോന്നിപ്പോവാണ്. എനിക്ക് പറയണം തോന്നിയത് കൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. നിനക്ക് എപ്പോൾ വേണമെങ്കിലും എന്നോട് പറയാം. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. ഹലോ. വന്ന എൻ്റെ ഫ്രണ്ട്. അതെ അതെ. എടാ, ഇത്ര ദിവസമായില്ല നീ എൻ്റെ അടുത്ത് ഫ്രണ്ടായിട്ട്. എന്നിട്ട് നിനക്ക് എൻ്റെ പേര് വല്ലതും അറിയോ? നീ ചോദിച്ചിട്ടുണ്ട് എന്നോട്. ഞാൻ നിന്നോട് ചോദിക്കാതെ നിനക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ടാണ്. നിനക്ക് അറ്റ്ലീസ്റ്റ് എൻ്റെ പേരെങ്കിലും ചോദിച്ചൂടെ? അത് മറന്നു പോയി. ഞാൻ വേണമെങ്കിൽ ഗസ് ചെയ്യാം നിന്റെ പേരെന്താണെന്ന്. പറയട്ടെ, ചാളമേരി എന്നാണോ? ഏയ് കളിക്കാതെ. നിന്റെ കയ്യിൽ നിന്ന് നിനക്ക് പിന്നെയും കിട്ടും. മര്യാദയ്ക്ക് പറയടാ. ഓ മാഡം പറയാം. ആര്യ എന്നാണോ? അതെങ്ങനെ മനസ്സിലായി? എൻ്റെ പേര് ആര്യ എന്നാണ്. വല്ല മാജിക് നീ പഠിച്ചിട്ടുണ്ടോ? നിനക്ക് വല്ല ഓർമ്മ വന്നാ? എനിക്ക് ഓർമ്മയൊന്നും വന്നിട്ടില്ല എടി മണങ്കൂസേ. നിന്റെ കോട്ടിൽ ഈ വെണ്ടിക്ക അക്ഷരത്തിൽ ആര്യ എന്നല്ല എഴുതിയിരിക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലാക്കിക്കൂടെ? ഓഫ്, അങ്ങനെ. ഞാനൊരു മണ്ടിയാണല്ലേ, എന്താ ചെയ്യാ? നീ വണ്ടിയാണെന്ന് നിനക്ക് എപ്പോഴാ മനസ്സിലായത്? എനിക്കത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. വെറും ഒരു ഡോക്ടറാണെന്നേ ഉള്ളൂ, തലക്കകത്ത് ആൾ താമസമില്ല. ഓയ്, മിണ്ടാതിരുന്നോ? മിണ്ടാതിരുന്നോളാം.
എടാ, ഞാനന്ന് പറയാമെന്ന് പറഞ്ഞ കാര്യമില്ലേ, അതെനിക്കിപ്പം നിന്നോട് പറയണമെന്ന് തോന്നുക. പറയട്ടെ? എന്താ കാര്യം? വല്ല പ്രശ്നമുണ്ടോ? പറ. ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലടാ മുമ്പ്. ഇപ്പോഴാണ് നീ വന്നപ്പോഴാണ് ഞാൻ ശരിക്കും ചിരിക്കാൻ തന്നെ തുടങ്ങിയത്. എനിക്ക് ചിരി എന്താണെന്ന് മറന്നിട്ട് തന്നെ നാൾ കുറേയായി. എനിക്ക് അച്ഛനും അനിയത്തിയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവരായിട്ടുള്ള ഓർമ്മ എന്ന് പറയുന്നത് ഇനി എന്നും മധുരം ഓർക്കുന്നൊരു മെമ്മറീസ് തന്നിട്ടുള്ളതാണ്. എൻ്റെ അനിയത്തി, അവളെനിക്ക് ഭയങ്കര ജീവനായിരുന്നു. ഗൗരി എന്നാ പേര്, പക്ഷെ കിളിക്കാൻ പറ്റിയായിരുന്നു. അവിടെയും ഇവിടെയും നടന്ന് ഇന്ന് എന്നോട് വഴക്കുണ്ടാക്കി നടക്കും. പക്ഷെ അവൾ ഭയങ്കര സ്നേഹമുള്ള കുട്ടിയാടാ. ഓ, ചേച്ചി ടി വി കാണുകയാണല്ലേ? ഇപ്പം ശരിയാക്കി തരാം. ചേച്ചി ഇങ്ങ് റിമോട്ട് തന്നെ. നീ ഇത്ര നേരം സിനിമ ഉണ്ടല്ലോ, ഇനി ഞാൻ കുറച്ച് കാർട്ടൂൺ കാണട്ടെ. എൻ്റെ ഓഗിയാൻ്റെ പ്രൊപ്പോസ് തുടങ്ങാൻ സമയം വെക്ക് ചേച്ചി. താ ചേച്ചി. അയ്യടാ, ഞാനൊന്നും തരില്ല. നീ ഇപ്പോഴും കുഞ്ഞു കുട്ടിയാണെന്നാണ് നിന്റെ വിചാരം. മര്യാദയ്ക്ക് ഇരുന്ന് സിനിമ കണ്ടാൽ മതി. അയ്യോ, ഞാൻ റിമോട്ട് തരില്ല പറഞ്ഞാൽ തരില്ല. റിമോട്ട് തരാൻ പറഞ്ഞാൽ തരില്ല പറഞ്ഞാൽ തരില്ല. ഇടി താടി, നിന്നെ ഞാൻ എന്ത് ചെയ്യോ അറിയോ? ഡീ, എനിക്ക് വേദനിക്കണോ? വേദനിക്കട്ടെ. താ പറഞ്ഞാൽ താ കടിക്കും ഞാൻ. കാണിക്കണു. എന്താ ഇവിടെ ബഹളം? അച്ഛ നോക്കച്ച, അവള് റിമോട്ട് തരണില്ലച്ചാ. പിന്നെ ഞാൻ എന്തിനാ അച്ഛ കൊടുക്കുന്നത്? ഇവൾക്ക് കാർട്ടൂൺ കാണാനാണ്. കുറച്ച് സിനിമ കാണാൻ പറഞ്ഞാൽ അവൾ കാണില്ല എന്ന് പറയുന്നത്. ഇവളല്ലേ എല്ലാ പ്രശ്നത്തിനും തുടക്കം ഉണ്ടാക്കിയേ. രണ്ടുപേരും ഒരു കാര്യം ചെയ്യും, ആ റിമോട്ട് ഇങ്ങോട്ട് താ, ഞാൻ കണ്ടോളാം ന്യൂസ്. അച്ഛ വേണ്ടച്ച, ഞങ്ങള് വഴക്കുണ്ടാക്കില്ല അച്ഛ. ഒന്നും പറയണ്ട, ന്യൂസ് വെക്കി, എന്നിട്ട് റിമോട്ട് അവിടെ വെക്കി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഐഡി കിട്ടി. ജോണി ജോണി ഈസ് പപ്പ. ഗൗരി മിണ്ടാതിരുന്ന എന്റെ കയ്യിൽ നിന്ന് വാങ്ങണ്ട. ഞാൻ മിണ്ടാതിരിക്കണമെങ്കിൽ അച്ഛൻ റിമോട്ട് തരണം. എന്തൊരു വാശിയാ ഗൗരി നിനക്ക്. ഞാൻ ഇത്രയും നേരം ന്യൂസ് കണ്ടപ്പോ എന്താണ് നീ പോയി അവിടെ പോയിട്ട് മിണ്ടാതിരുന്നേ? ഞാൻ തരില്ല. അച്ഛ പ്ലീസ് അച്ഛ, തിരി നേരം താച്ച. ശരി, എന്നാ പോയി കാണാം. പക്ഷെ വഴക്കൂടാൻ പറ്റില്ല രണ്ടുപേരും. ഓക്കെ, ഞങ്ങൾ വഴക്കൂടില്ല. ഞങ്ങൾ നല്ല കുട്ടികളാണ്. ഞാൻ കുറച്ചു നേരം കാർട്ടൂൺ കാണാം, എന്നിട്ട് ഞാൻ ചേച്ചിക്ക് സിനിമ കാണാൻ കുറച്ചു നേരം തരാട്ടോ. ശരി ചേച്ചി, ഇങ്ങോട്ടൊന്ന് വരുമോ? അതാ ഞാൻ വരുന്നു. എന്താ പറ്റി ചേച്ചി? എന്താ വീണ? വീണു. നല്ല വേദന. അയ്യോ, അച്ഛയില്ലല്ലോ ഇവിടെ. ഞാൻ നോക്കട്ടെ, വല്ല ഊട്ടോ കിട്ടുമെന്ന്. ചേച്ചി ഇവിടെ ഇരിക്കേ, ഞാൻ പോയി നോക്കാം. അങ്ങനെ ഗൗരി കുറേ കഷ്ടപ്പെട്ടിട്ട് ആര്യനെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോയി. അപ്പോൾ കാലിൽ ഫ്രാക്ചർ ആയതായിരുന്നു. എന്നിട്ട് കാലിൽ ഡ്രസ്സൊക്കെ ചെയ്തു കൊടുത്തു ഡോക്ടർ. അതിനുശേഷം ഗൗരി ആണ് ആര്യയെ മുഴുവനും നോക്കിയതും എല്ലാം കെയർ ചെയ്തതൊക്കെ ഗൗരി ആയിരുന്നു. ഗൗരിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ആര്യനെ. പക്ഷെ ഒരു വഴക്ക് കൂടുന്നേ ഉള്ളൂ. ഫോണിൽ ചാർജ് ഇല്ലല്ലോ. ചാർജ് കുത്തിയിട്ട് പോയി ഉറങ്ങാം. ചാർജ് കുത്തിയ ഫോൺ എവിടെ? ഇത് ഗൗരിയാണല്ലോ. ഗൗരിയുടെ ഫോൺ അവള് വെച്ചൂല്ലേ? ഇവിടെ ഞാനിന്ന് എന്ത് ചെയ്യാറോ? എൻ്റെ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് അവളുടെ ഫോണാണോ ചാർജ് ചെയ്യാൻ വെക്കുന്നത്? ഗൗരി, ഇങ്ങോട്ടൊന്ന് വരുന്നുണ്ടാ നീ? ഞാൻ വരുവാ. എന്താ പറ്റിയേ? എൻ്റെ മോൾക്ക് ഒന്നും അറിയില്ല. എൻ്റെ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചത് നീ എടുത്തിട്ട് മാറ്റിയിട്ട് നിന്റെ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചോ? അത് പിന്നെ എൻ്റെ ഫോണിൽ ചാർജേ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ മാറ്റിയേ. ശരി. എടി, ഫോണിൽ ഇത്രയും ഡാറ്റ എങ്ങനെ കഴിഞ്ഞു? ഞാൻ നോക്കിയിട്ടില്ലല്ലോ. എനിക്കറിയില്ല, ഞാനൊന്നും എടുത്തിട്ടില്ല. ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിട്ടുണ്ടല്ലോ നീ തന്നെയാണ്. ഇവിടെ പിന്നെ വേറെ ആരാ യൂസ് ചെയ്യാനുള്ളത്? ഞാൻ തന്നെയാണ് ചേച്ചി. ചേച്ചിക്ക് മനസ്സിലായില്ലേ? ഞാൻ പിടിക്കില്ല എന്ന് വിചാരിച്ചു. സോറി ചേച്ചി, തല്ലല്ലേ ചേച്ചി പ്ലീസ്. എന്തിനാ ഞാൻ തല്ലുന്നത്? തല്ലുകൊണ്ടാലും ചീത്ത കേട്ടാലും നീ ഒന്നും നന്നാവില്ല. മനസ്സിലായില്ലോ ചേച്ചി. അപ്പം ശരി, ഞാൻ പോകുന്നു. എനിക്കെല്ലാം എൻ്റെ ഗൗരി മോളായിരുന്നു. ഒരു പൊട്ടിപ്പെണ്ണ്, എന്നും എൻ്റെ ഒപ്പം വഴക്കുണ്ടാക്കും, സ്നേഹിക്കും, എല്ലാം ചെയ്യുന്നൊരു കുട്ടി. പോകും മേഘമെല്ലാം
உனது உருவம் போல வடிவம் காட்ட கண்கள் மயங்குதடி. பூவில் ஆடும் பட்டாம்பூச்சி கூட நீயும் நடந்து கொண்டே பறந்து செல்லும் அழகை ரசிக்குதடி. உன் செய்கை ஒவ்வொன்றும் என் காதல் அர்த்தங்கள், நாள்தோறும் நான் சேர்க்கும் ஞாபக சின்னங்கள். அடடா 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 என ஏதோ செய்கிறாய். ഒരു ഹാപ്പി ഫാമിലി ആയിരുന്നു. എല്ലാവരും കൊതിക്കുന്ന ഒരു ഹാപ്പി ഫാമിലി. ഒരു ദിവസം അവരെ ഒരു മാഫിയ വന്നു കൊന്നു. പക്ഷെ അവരൊരു തെറ്റും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവർ പിന്നീട് എന്നെ വിട്ട് പോയി. എനിക്ക് പിന്നെ ആരുമില്ലാതായി. പിന്നെ ഞാൻ വളർന്നത് ആരുമില്ലാതെയായിരുന്നു. എടോ താൻ കരയല്ലേ? എനിക്ക് കണ്ടുപിടിക്കണം എൻ്റെ അച്ഛനെയും അനിയത്തി ആരെ കൊന്നത് എന്ന്. അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ നീ എനിക്കൊരു വാക്ക് തരണം. ഞാൻ ആരാണെന്ന് എനിക്കും കണ്ടുപിടിച്ച് തരണം. ആ, ഞാൻ ട്രൈ ചെയ്യാം. എനിക്ക് അവരെ പറ്റിയിട്ട് ഓർമ്മ വരികടോ. என்னை விட்டு உயிர் போனாலும் உன்னை விட்டு நான் போக மாட்டேன். ஜன்மம் பல எடுத்தாலும் உன்னை யாருக்கும் தர மாட்டேன். என்னை விட்டு உயிர் போனாலும் உன்னை விட்டு நான் போக மாட்டேன். சத்தியமா சொல்லுறேன்டி, உன்னை யாருக்கும் தர மாட்டேன். நீ இல்லா நேரம் அது நிலவே இல்லாதவனமே. இரண்டும் இரண்டு போகும் சிறு வெளிச்சம் தேடி ஓடுமே. உன்னில் துளைந்த என்னை உடனே மீட்டு கொடு. இல்லை അത് വിടടാ. നോക്കാം. ഡോ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ ഗുഡ് ന്യൂസ്? കളിക്കാതെ പറ. അയ്യടാ, എന്താ ധൃതി കേൾക്കാൻ? എടോ പറയടോ പ്ലീസ്. അത് വേറൊന്നുമല്ല. ഞാൻ ആക്സിഡൻ്റ് ആയ സമയത്ത് തൻ്റെ ഡ്രസ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ. അത് ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് തൻ്റെ ID കാർഡ് കിട്ടി. അതിൽ പേര് ഞാൻ കണ്ടു. എന്താണെന്ന് അറിയണോ? എന്താ പറ, പേരെന്താ? അഗസ്റ്റ് അലക്സാണ്ടർ. ഉഫ്, നല്ല ഭയങ്കര ഇതുള്ള പേരില്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ, എനിക്കിഷ്ടായി. അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. തൻ്റെ അഡ്രസ്സും കൂടിയുണ്ട്. നമുക്ക് നാളെ എന്തായാലും അങ്ങോട്ട് പോവാം. ആ, ഞാൻ റെഡി. ഇവനെ എനിക്ക് പിരിയാനേ തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് അവനോട് ഇഷ്ടമാണെന്ന്. ഇതെന്തായാലും പറയണം. അതല്ല, അവൻ്റെ ബർത്ത്ഡേ ഡേറ്റ് മറ്റന്നാളെയാണല്ലോ. മറ്റന്നാൾ എന്തായാലും പറയാം എനിക്കിഷ്ടമാണെന്നുള്ള കാര്യം. അമ്മു, ഇത് ഭയങ്കര വലിയ വീടാണല്ലോ. എനിക്ക് തോന്നുന്നു നീ റിച്ച് ആണെന്ന്. ആ, എന്തെങ്കിലും അവിടെ നമുക്ക് ഉള്ളിൽ കയറാം. വല്ലതും കിട്ടുമോ നോക്കാം. ഇടി വായി നോക്കാതെ അവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും റൂമിൽ പോയിട്ട് എൻ്റെ ജീവിതം എന്താണെന്ന് വല്ലതും എന്തെങ്കിലും എവിഡൻസ് കിട്ടുമെന്ന് പോയി നോക്ക് കഴുതേ. ആ, ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ഇപ്പോൾ പോവാം. ഇത് റൂമാന്ന് തോന്നുന്നു. ഇവിടെ വല്ലതും കിട്ടുമോ നോക്കാം. അത് ഡയറി അല്ലേ? നോക്കി നോക്കാം, വായിക്കാം. ഞാൻ അഗസ്റ്റിൻ അലക്സാണ്ടർ, ഒരു വലിയൊരു മാഫിയ. എൻ്റെ ജീവിതം തന്നെ ബ്ലഡ് അതായിരുന്നു. ഒരുപാട് ആളുകൾ ഒരുപാട് തെറ്റ് ചെയ്യുന്നുണ്ട്. ആ തെറ്റ് ചെയ്തവരെ തിരഞ്ഞ് കണ്ടുപിടിച്ച് അവരെ കൊല്ലുക, അതാണ് എൻ്റെ ജോലി. എൻ്റെ ജീവിതം നല്ല രീതിയിലേക്ക് പോകുമ്പോഴായിരുന്നു അതിൻ്റെ ഇടയിൽ ഒരു തടസ്സമായി ഒരാൾ കയറി വന്നത്. എന്തായി, കൊണ്ടുവന്നോ? ആ സർ, കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളെ വിടടോ, ഞങ്ങൾ എവിടേക്കാ പിടിച്ചോണ്ട് വന്നിരിക്കുന്നേ? ശബ്ദം ഉണ്ടാക്കല്ലേടി. നിങ്ങൾ മാഫിയാണോ? നിങ്ങൾ എന്തിനാ എന്നെ എൻ്റെ അച്ഛനെയും പിടിച്ചോണ്ട് വന്ന്? ഒന്ന് വിടൂ പ്ലീസ് സർ. അതെ, ഞങ്ങൾ മാഫിയ തന്നെയാണ്. നിന്നെ വിടാനുള്ള ഒരു ഉദ്ദേശമില്ല. നിങ്ങൾ രണ്ടുപേരും കൊന്നിട്ടേ ഇവിടെ നിന്ന് വിടുള്ളൂ. സർ പ്ലീസ് സർ, നിങ്ങൾക്ക് ആള് മാറിയതായിരിക്കും. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല സർ, പ്ലീസ്. എനിക്കൊരു തെറ്റും പറ്റാറില്ല. അഥവാ എനിക്ക് തെറ്റ് പറ്റിയ അതപ്പ കാണാം. സർ പ്ലീസ്. ആ, എന്തായാലും കൊല്ലാൻ പോലെ. രണ്ടുപേരുടെയും പേരെന്താ? എൻ്റെ പേര് ഗൗരി, അച്ഛൻ്റെ പേര്
ശങ്കർ. ആഹാ, നല്ല പേരാണല്ലോ. എന്തായാലും നമ്മൾ നമ്മുടെ ജോലിയിലോട്ട് കടക്കാം അല്ലേ? സർ പ്ലീസ് സാർ, ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ആളും അറിയതായിരിക്കും. എന്നെ വേണമെങ്കിൽ നിങ്ങൾ കൊന്ന് എൻ്റെ അച്ഛനെ കൊല്ലല്ലേ സാർ, പ്ലീസ് സാർ. വേണ്ട സർ, എന്നെ കൊന്നോളൂ, എൻ്റെ മോളെ കൊല്ലല്ലേ. ഇവിടെ എന്ത് ഡ്രാമ നടക്കുക? ഞാൻ പറയുന്നതേ ഇവിടെ നടക്കുള്ളൂ. നിങ്ങളെ രണ്ടുപേരും ഞാൻ കൊല്ലും. ഇനി ഒന്നും പറയണ്ട. ശുദ്ധം. സാർ, നമ്മൾ അന്ന് കൊന്നില്ലേ? ആര്? കുറേ പേര് നമ്മൾ കൊന്നിട്ടുണ്ടല്ലോ. അതിലാരാ? അന്ന് ഒരു അച്ഛനും മകളും. അത് ആള് മാറിപ്പോയി സാർ. എന്താ നിങ്ങൾ എന്താ ഈ പറയുന്നത്? ആള് മാറിപ്പോയിന്നോ? ഓ ഷിറ്റ്, നിങ്ങൾക്കപ്പോൾ ശ്രദ്ധിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല ഇതൊന്നും. സോറി സർ, അറിയാതെ. ഓ, ഇനി എന്ത് ചെയ്യും? അവരെ കൊല്ലുകയും ചെയ്തു. എന്തോ പോലെ ഉണ്ട് ഇപ്പോൾ. അഗസ്റ്റിന് ഭയങ്കര സങ്കടമായി. അവൻ അറിയാതെ കൊന്നതാണെങ്കിലും. അപ്പോൾ അവൻ അങ്ങനെ ആ ഒരു സങ്കടത്തിൽ ഡ്രൈവ് ചെയ്ത് പോവായിരുന്നു. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്താ ഞാൻ ചെയ്തേ? അപ്പൊ ഇവനാ എൻ്റെ അനിയത്തി അച്ഛനെ കൊന്നേ. എന്താ പറ്റിയതോടോ? എടോ, താനൊരു മാഫിയായിരുന്നുല്ലേ? താൻ എൻ്റെ അച്ഛനെ അനിയത്തി കൊന്നില്ലേ? എന്തിനാടോ താൻ ഇങ്ങനെ ചെയ്തേ? എനിക്കിപ്പോ ആരെങ്കിലും ഉണ്ടോ? എടോ, ഞാനൊന്നും ചെയ്തിട്ടില്ല. എനിക്കിത് ഓർമ്മയില്ല. ഞാൻ മാഫി ആയിരുന്നെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. താൻ ഇനി ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. അങ്ങനെ ആര്യ ഭയങ്കര സങ്കടത്തോട് അവിടെ നിന്ന് പോയി. ഞാനോടോ അത് ചെയ്ത്? ഞാൻ എന്തിനാ അങ്ങനെ ചെയ്ത്? എന്തിനാ ദൈവമേ എന്നിങ്ങനെ പരീക്ഷിക്കുന്നത്? അഗസ്റ്റിൻ ആര്യയെ കാണാൻ വേണ്ടി കുറേ തവണ ശ്രമിച്ചു. പക്ഷെ ആ സമയത്തെല്ലാം അവൾ അവനെ അവോയ്ഡ് ചെയ്തു. അത് അവനെ ഭയങ്കര സങ്കടത്തിലാക്കി. മാം, ഒരു കേസ് ഉണ്ട്. എന്താണ്? സൂയിസൈഡാ തോന്നുന്നു. എനിക്ക് കണ്ടിട്ട് മരിച്ച പോലെ ഉണ്ട്. എന്തായാലും മാം നോക്കും മാം. കൊണ്ടുവരും. അഗസ്റ്റിൻ, അഗസ്റ്റിൻ, എടാ എഴുന്നേക്കടാ, പ്ലീസ് എഴുന്നേക്കടാ. മാം, അയാള് മരിച്ചു. ഇല്ല, എൻ്റെ അഗസ്റ്റി മരിച്ചിട്ടില്ല. ഇല്ല, അവന് മരിക്കാൻ പറ്റില്ല. എണീക്കട പ്ലീസ് ഡാ, എന്നെ ഒന്ന് നോക്കട പ്ലീസ്. അഗസ്റ്റി എന്നെ വിട്ടു പോയി. ഇനി എനിക്ക് ആരാ ഉള്ളത്? എവിടെ നിന്നാ തുടങ്ങിയത് അവിടെ നിന്ന് അവസാനിച്ചു. എന്തുകൊണ്ട് എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെ? അച്ഛനും ഇല്ല, അനിയത്തിയും ഇല്ല, എന്താ ഇപ്പൊ അഗസ്റ്റിയും. ഇനി ആരാ എനിക്കുള്ളത്? ബെസ്റ്റ് ഡോക്ടർ ഓഫ് ദ ഇയർ ഗോസ് ടു ആര്യ. ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും നടക്കുന്നതാണ്. അതിൽ ചില സമയത്ത് നമ്മൾ തനിയെ ആയിപ്പോവും. വിധി നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ ആ തോൽവികളിൽ നിന്നും നമ്മൾ വിജയിച്ച് വളരാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാതെ തോറ്റു എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കാൻ ഇതാക്കരുത്. വിധി ആര്യയെ കുറേ നാൾ തോൽപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൾ ജയിച്ച് തന്നെ വളർന്നു.